അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി അറിയാത്തവരില്ല, യൂസുഫ് നബിയുടെ കഥ അറിയാത്തവരില്ല. യൂസുഫ് നബിയുടെ ചരിത്രങ്ങൾ കേൾക്കാൻ ഇന്നും മനുഷ്യന്റെ മനസ്സുള്ളിൽ വെമ്പലാണ്. അങ്ങനെ ഉള്ള യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന നബിയുല്ലാഹി യൂസുഫ്, ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ തങ്കത്താളുകൾ എടുത്തു വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, അല്ലേ? ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി, മൊഞ്ചായ മൊഞ്ചുകൾക്കകിലം തഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പോ മേരി രണ്ടിനൊളി കണ്ട് സുലൈഖ ബി വലയെറിഞ്ഞ് ഒരു നാളിൽ ചെറുപ്പത്തിന് ശലേതലമിട്ട മലര് യൂസുഫ് നബിയെ കൊതി വലുതായി കാത്തുപിടിച്ചു കൊതിച്ചു നിന്നല്ലോ. അഴകോല കടൽ തീരമറിഞ്ഞ് നബിയുള്ള മുന്നോട്ടോടുകയായി. കരളുരുകി ബീവി സുലൈഖ കരഞ്ഞു പോയല്ലോ. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് തോഴിമാരെ പറഞ്ഞു വിട്ടു. എന്തിനെന്നറിയുമോ? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവരാൻ. അങ്ങനെ യൂസുഫ് നബിയെ കൊണ്ടുവന്നു. തന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കടത്തുകയാണ്. എത്ര അറകളെന്നറിയുമോ? ഒരുപാട് അറകളുടെ ഉള്ളിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുപോവുകയാണ്. ഇനി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പുറത്തിറങ്ങാൻ ഒരു വഴിയുമില്ല. പടച്ചവനെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് സുലൈഖ ബീവി കടന്നു ചെന്നുകൊണ്ട് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫേ, നിങ്ങളെ എനിക്ക് പെരുത്തിഷ്ടമാണ് യൂസുഫേ, എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ. എന്തൊരു ചന്തമാ, എന്തൊരു സൗന്ദര്യമാണ്, എന്ത് ചന്തമാണ്, എന്ത് സൗന്ദര്യമാണ്. ആര് കണ്ടാലും കൊതിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ. എന്ത് വേണോ നിങ്ങൾക്ക് തരാം, എന്ത് വേണോ പറഞ്ഞോ. ആ പറയുന്നത് മുഴുവനും യൂസുഫേ നിനക്ക് തരാൻ ഞാൻ തയ്യാറാ. പക്ഷെ എന്റെ വാക്കുകളൊന്നനുസരിക്കുമോ, ഞാൻ പറയുന്ന കേൾക്കുമോ, എന്റെ ഇഷ്ടഭാചനമായിട്ടൊന്ന് കടന്നു വരുമോ? പടച്ചവനെ, അവിടുന്ന് നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് സുലൈഖ ബീവി എല്ലാ വാതിലുകളും അടച്ചു, എല്ലാ കതകും അടച്ചു. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വഴിയുമില്ല. യൂസുഫ് നബിയെ പറ്റി വർണ്ണിക്കാൻ സുലൈഖ ബീവി തുടങ്ങുകയാണ്. ഓ യൂസുഫേ, നിങ്ങളുടെ കണ്ണുണ്ടല്ലോ, ആ കണ്ണെന്ത് രസമാണ്, നിങ്ങളുടെ ചുണ്ടെന്ത് രസമാ, നിങ്ങളുടെ തലമുടിയുണ്ടല്ലോ, ആ തലമുടി എന്ത് രസമാണ് യൂസുഫേ. നിങ്ങളുടെ കണ്ണ്, നിങ്ങളുടെ കാത്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ചുണ്ട്, നിങ്ങളുടെ തലമുടിയല്ല എന്തൊരഴകുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുമ്പോ യൂസുഫ് നബി അവിടെ നിന്ന് പറഞ്ഞ വാക്കറിയുമോ? യാ സലീഖ, സലീഖ ബീവിയെ, എന്റെ കണ്ണിന്റെ സൗന്ദര്യത്തെ പറ്റി പറയണ്ട. അല്ലാഹുവേ, കണ്ണിനെ പറ്റി ഭംഗി പറയണ്ട. കാരണം ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ കവിൾത്തടത്തിലൂടെ ഒഴുകിപ്പോകുന്നത് അവന്റെ കണ്ണുനീരാണ്, അവന്റെ കണ്ണാണ്. ആ കണ്ണടന്നു പോകുന്ന കണ്ണാണ് സുലൈഖ ബീവിയെ. അതുകൊണ്ട് ആ കണ്ണിനെ പറ്റി പറഞ്ഞിട്ട് എന്നോട് നിങ്ങൾ സന്തോഷം പറയണ്ട. ഉടൻ തന്നെ പറഞ്ഞു, യൂസുഫേ, കണ്ണ് വിട്ടേക്ക്, നിങ്ങളുടെ മുടി എന്ത് രസമാണ് യൂസുഫേ,
യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ആ മുടിയുണ്ടല്ലോ ഖബറിലേക്കൊന്ന് കൊണ്ടുവച്ചാൽ പടച്ചവനെ മണ്ണതാ തിന്നുന്നതാണ്, പുഴുക്കൾ തിന്നുന്നതാണ്, അത് ഒലിച്ചു പോകുന്നതാണ്, അതുകൊണ്ട് അതിനെപ്പറ്റി പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സുലൈഖ ബീവി റളിയല്ലാഹു അൻഹുവിനോട് ആ ഒരു സമയത്തും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് എന്തിനെ പറ്റിയാ? അത് ഖബറിനെ പറ്റിയാണ്, ഖബറിന്റെ ഉള്ളിനെ പറ്റിയാണ്, ഖബറിന്റെ പീബൽസകരെ പറ്റിയാണ്. നിങ്ങൾക്കറിയുമോ അല്ലാഹുവേ, അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അവിടെ നബി തങ്ങൾ നരകത്തെ പറ്റി പറയുമ്പോ, ഖബറിനെ പറ്റി പറയുമ്പോ, മഹ്ശറയെ പറ്റി പറയുമ്പോ സ്വഹാബത്ത് മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ കത്തിയാളുന്ന നരകത്തെ പറ്റി പറഞ്ഞിട്ട് പോലും കരയാത്ത അബൂബക്കർ തങ്ങൾ അവിടുന്ന് ഖബറിനെ പറ്റി പറഞ്ഞപ്പോ അറിയാതെ കരഞ്ഞുപോയി. അവിടുന്ന് ചോദിച്ചല്ലോ, അബൂബക്കറെ, അല്ലാഹുവിന്റെ പീബൽസകരമായ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ പറ്റി പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞില്ല, മറിച്ചിട്ട് ഖബറുണ്ടല്ലോ, ആ ഖബറിനെ പറ്റി പറഞ്ഞപ്പോ നിങ്ങൾ വല്ലാതെ കരഞ്ഞല്ലോ. അതെന്തേ കാരണമെന്ന് പറയോ അബൂബക്കറെ? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നീറുന്ന മനസ്സോടെ, സങ്കടത്തോടെ, വേദനയോടെ പറയാ, അല്ലയോ സ്വഹാബാ, 6 അടി മണ്ണാവുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ അകത്തട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരാളുമില്ലല്ലോ. സ്വർഗത്തിൽ പോയാൽ സ്വർഗവാസികളുണ്ട്, നരകത്തിൽ പോയാൽ നരകവാസികളുണ്ട്. പക്ഷേ പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ ഉമ്മയില്ല, ബാപ്പയില്ല, സഹോദരങ്ങളില്ല, കൂടപ്പുറപ്പുകളില്ല, ബന്ധുമിത്രാദികളില്ല, കൂട്ടുകാരില്ല. ഏകാന്തതയുടെ മോകാന്തതയില് ആ ഖബറിന്റെ ഉള്ളിലൊന്ന് കിടക്കണമല്ലോ. അതോർത്തുകൊണ്ട് കരഞ്ഞതാണ്, അതോർത്തുകൊണ്ട് സങ്കടപ്പെട്ടതാണ്, അതോർത്തുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞു പോയതാണ്. ആരാണ് സഹോദരങ്ങളെ ഓർക്കുന്നത്? ആ ഖബറിന്റെ ഉള്ളിലേക്ക് മനുഷ്യരാകുന്ന നമ്മളെ അങ്ങ് കൊണ്ടുവച്ച് നമ്മുടെ മക്കൾ പിരിഞ്ഞു, ഭർത്താവ് പിരിഞ്ഞു, സഹോദരങ്ങൾ പിരിഞ്ഞു, കൂട്ടുകാർ പിരിഞ്ഞു, അവിടെ ദിവസങ്ങൾ കഴിയുകയാ. ചെവി കണ്ണ് കൽബിവ തന്നതും നമുക്കല്ലേ, ചൊവ്വായ രീതിയിൽ പോകണം അതില്ലേ. അല്ലാഹു നമ്മളോട് പലതും പറഞ്ഞു, പക്ഷേ ഞാനും നിങ്ങളും അനുസരിച്ചിട്ടില്ല, അത് കേട്ടിട്ടില്ല. അല്ലാഹുവേ, മൗത്തിന്റെ കാര്യം യവനും ഓർക്കേണ്ടതാ, അത് ഖൽബ് നാഖിവ രണ്ടു കൊണ്ടും വേണ്ടതാ. അല്ലാഹുവേ, നാളെ മരിക്കുമല്ലോ, ഇന്ന് മരിക്കുമല്ലോ, കണ്ടുകൊണ്ട് ചിന്ത വേണം, നമ്മുടെ നാവ് കൊണ്ട് പറയണം. തിരുമുമ്പിലുണ്ടെന്നുള്ള നിലയിൽ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടതാ നീ പൊന്നേ. നിന്റെ മുമ്പിൽ ഖബറുണ്ട്, നിന്റെ മുമ്പിൽ മരണമുണ്ട് എന്നുള്ള ചിന്ത നിന്റെ ഖൽബിൽ കൊണ്ടുവരണം. റൂഹുല്ലാഹി ഈസാ തന്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്ന അല്ലാഹുവേ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് മരണത്തെ പറ്റി ഓർത്താൽ റൂഹുല്ലാഹി ഈസാ, റൂഹുല്ലാഹി ഈസാ തന്റെ തൊലിയിൽ നിന്ന് മരണത്തെ ഓർത്താൽ രക്തവും ഒലിക്കുന്ന പടച്ചവനെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തെ പറ്റി ഓർത്തു പോകുമ്പോ ഈസാ നബിയുടെ ശരീരത്തിലൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങുകയാണ്. ദാവൂദ് നബി ചിന്തിച്ചു പോയാൽ പിന്നെ വേർപെട്ടു പോകും അവയവങ്ങൾ തന്നെ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണത്തെ പറ്റി ഓർത്തുകൊണ്ടിരുന്ന് കരഞ്ഞാൽ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ പോലും വേർപെട്ടു പോകുന്നത് പോലെ തോന്നുകയാ. നമ്മളെവിടെയാ ഓർക്കുന്നത്? നമ്മളെവിടെയാ ചിന്തിക്കുന്നത്? നമ്മളേത് വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതിനെപ്പറ്റി ഓർത്തുകൊണ്ട് കടന്നു വന്നോ. മയ്യത്ത് ഖബറിൽ വെച്ചതെന്നവർ കണ്ടുപോയി, അവരവിടെ വീണുടൻ തന്നെ ബോധം വിട്ടതായി. പടച്ചറബേ, എത്രയോ ആളുകൾ മയ്യത്ത് കൊണ്ടുവന്ന ഖബറിൽ വെക്കുന്നത് അവരങ്ങ് കണ്ടുപോയാൽ, അല്ലാഹുവേ,
അവരാ കബറിന്റെ ചാരത്ത് തന്നെ ബോധം കെട്ടവര് വീണു പോകുന്നതാണ്. ശവമഞ്ചമില്ലെടുത്തിട്ടു കൊണ്ടാ പിന്നെ വീട്ടിൽ ചുമന്ന് കൊണ്ടുപോയത് തന്നെ. അല്ലാഹുവേ, എത്രയോ സ്വഹാബത്ത്, എത്രയോ താബഈങ്ങള്, എത്രയോ പ്രിയപ്പെട്ടവര് ഖബറിന് മയ്യത്തടക്കുന്ന കണ്ടാൽ, മയ്യത്ത് ഖബറിലേക്ക് വെക്കുന്നത് കണ്ടാ പടച്ചവനെ അവരവിടെ ബോധം കെട്ട് രഹിതരായി വീഴുകയാണ്. പിന്നെ അവരുടെ ആ ശരീരം കൊണ്ടുപോകുന്ന മയ്യത്ത് കൊണ്ടുവന്ന സന്തോഷിലാണ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന എന്ന് പറയുമ്പോൾ എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുടെ, ഉമ്മമാരുടെ, സഹോദരങ്ങളുടെ, കൂടപ്പിറപ്പുകളുടെ, ബന്ധുമിത്രാദികളുടെ മയ്യത്തുകൾ കൊണ്ടുവന്ന് കബറിടത്തിൽ വെച്ചിട്ട് പടച്ചവനെ അല്ലാഹുവേ, കബറിന്റെ ഉള്ളിൽ വെച്ച് വാട്സപ്പിലും ഫേസ്ബുക്കിലുമായി കളിക്കുന്നവർ, കളിച്ചിരിയിൽ മുഴുകിപ്പോകുന്നവർ ആരായുന്ന കബറിനെ പറ്റി ഓർത്തുകൊണ്ട് കടന്നു പോകുന്നത്. മനുഷ്യന്റെ രീതിയിൽ മൗത്ത് വിവരം കാലികൾ അറിയുന്ന ഭക്ഷണം തിന്നലില്ലത് പുല്ലുകൾ. അല്ലാഹുവേ, അവിടുന്ന് മനുഷ്യന്റെ അവസ്ഥ, ആത്മാവിനെ പിടിക്കാൻ വരുന്ന അവസ്ഥ, എന്തിനേറെ പടച്ചറബേ കബറിന്റെ അരികത്തുകൂടെ കടന്നുപോയ ആ ഒരു നാൽക്കാലി മൃഗം പിന്നെ ഭക്ഷണം കഴിച്ചിട്ടില്ല. കാരണം എന്താ? കബറിന്റെ ഉള്ളിലുള്ള ബീഭത്സകരമായ രൂപം ഓർത്തിട്ടുകൊണ്ടാണ്. മൗത്തിനൊരുക്കം വാജിബാണെന്നറിയണേ, അതുകൊണ്ട് തൗബയും എപ്പോഴും റെഡിയാക്കണേ. രോഗിക്ക് മറ്റെല്ലാവരേക്കാൾ വേണ്ടതാ വേഗം തയ്യാറെടുത്തിട്ട് തന്നിരിക്കേണ്ടതാ. മരണത്തെപ്പറ്റി ഓർക്കല്, മരണത്തെപ്പറ്റി ചിന്തിക്കല് നിർബന്ധമാണ്. അല്ലാഹുവേ, അങ്ങനെ ചിന്തിക്കുമ്പോ അവൻ ചെയ്തു പോയ തെറ്റുകള്, അവന്റെ കുറ്റങ്ങള്, അതെല്ലാം അവനിക്ക് റബ്ബിലേക്ക് പൊരുത്തം ചോദിക്കാൻ കഴിയുകയുള്ളൂ. രോഗിയായി കിടക്കുന്നവരാണ്, സങ്കടത്തിൽ കിടക്കുന്നവരാണ്, വിഷമത്തിൽ കിടക്കുന്നവരാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, എന്നാൽ പടച്ചവനെ അവരുടെ അവസ്ഥ പരിതാപകരമാ. അവർ ഉടൻ തന്നെ അവരവിടെ നല്ലതുപോലെ ചിന്തിച്ചുകൊണ്ട് തൗബ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ ബൈത്ത്. ഒരുപാട് അറിവുകൾ നമ്മൾ കേൾക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത അത്രയും അറിവുകൾ, അത്രയും സന്തോഷങ്ങൾ ബഹുമാനപ്പെട്ട തഴവാ ഉസ്താദിന്റെ ബൈത്തിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, നമ്മൾ ആരാ ചിന്തിക്കുക? നമ്മൾ ആരാ നമ്മൾ ഓർത്തുകൊണ്ട് വരിക? ദുനിയാവിന്റെ പുറത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവേ അടുത്ത സെക്കൻഡിൽ, അല്ലെങ്കിൽ അതിന്റെ അടുത്ത സെക്കൻഡിൽ നമ്മൾ ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് പിരിയുമെന്നുള്ളൊരു ചിന്ത നമുക്കില്ല. നമ്മളെപ്പോഴും ആ ഒരു വഴിയിൽ ഇങ്ങനെ പോവാൻ വരുന്നത് പിന്നെ കാണാന്നും പറഞ്ഞു, അങ്ങനത്തെ ഒരു വഴികളിലൂടെയാണ് മനുഷ്യന്മാര് സഞ്ചരിച്ചുകൊണ്ട് കടന്നിരിക്കുന്നത്. എന്നാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് അല്ലേ? മൗത്തെത്തിയാൽ പല ഭാഗമിൽ, മൗത്തെത്തിയാൽ പല ഭാഗമിൽ കിടത്തേണ്ടതാ, മുഖമെപ്പോഴും കിബിലയ്ക്കു തന്നിരിക്കേണ്ടതാ. അത് ബുദ്ധിമുട്ടായാൽ ഇടത്താ വേണ്ടത്, മലർത്തിക്കിടത്തണമെന്നുള്ളതാ പിന്നുള്ളത്. മലർത്തുന്നതായാൽ തല ഉയർത്തൽ വേണ്ടതാ, കിബിലയ്ക്കു തന്നിരുപാദവും നീട്ടേണ്ടതാ. കിബിലയിലേക്ക് തിരിച്ച് വലതുഭാഗം ചേർത്ത് വിട പറഞ്ഞ ആളിനെ ഇങ്ങനെ കിടത്തണം. പടച്ചോനെ, വല്ലാത്തൊരവസ്ഥയാണ്. ഏതൊരു മനുഷ്യനിക്കും വന്നു ചേരാനുള്ള ഒന്നാണ് മരണം. ആണ് ഇവിടെന്ന് പറഞ്ഞു പോകുന്നത്. ആ കബറിന്റെ ഉള്ളിൽ മനുഷ്യന്മാരായ നമ്മളെ അങ്ങ് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ, ഒരാളും തിരിഞ്ഞു നോക്കാനില്ലല്ലോ. മക്കള് വരില്ലല്ലോ, കൂട്ടുകാര് വരില്ലല്ലോ, സഹോദരങ്ങൾ വരില്ലല്ലോ, ബന്ധുമിത്രാദികൾ വരില്ലല്ലോ. അല്ലാ അല്ലാ, വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥയാണ്, വല്ലാത്ത പീവത്സകരമാ. ഇന്നും പടച്ചവനെ പല പള്ളികളിലും പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകുമ്പോ എത്രയോ കബറുകൾ അവിടെ നിന്ന് പൊട്ടിപ്പിളർന്ന് കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ
കബറിലേക്ക് നോക്കിയാൽ വല്ലാതെ പേടിയാണ്. അതിന്റെ ഭിത്തിക്കെത്ര വീതിയുണ്ട്, അതിന്റെ ഭിത്തിക്കെത്ര വീതിയുണ്ടില്ല. ആ വീതി മണ്ണിൽ നിറഞ്ഞുള്ളതാണ്, മണ്ണിൽ കിടന്ന് ഇരിക്കുന്നതാണ്. അജബുള്ള ഖബറായി വിരിക്കുന്നതാണ്. ആരാരുമില്ലാത്ത വീടും അതാണ്. അല്ലാഹുവേ, ഒരാളും രക്ഷക്കില്ല, ഒരാളും നോക്കാനില്ല, ആരും വന്നിട്ട് നോക്കൂല. ഇന്നലെ വരെ രോഗിയായി വീടിന്റെ കത്തട്ടിൽ കിടന്നിരുന്ന പ്രിയപ്പെട്ട ഉമ്മ, മക്കൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നോക്കും. അല്ലെങ്കിൽ എഴുന്നേക്കാൻ കഴിയാത്ത ഉമ്മയുടെ കാലിൽ മക്കൾ നോക്കുന്നു. അല്ലാ, എന്റെ ഉമ്മയുടെ കാലിൽ ഈച്ച പറ്റിയിരിക്കുകയാണ്, അതിനെ തുടയ്ക്കണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഖബറിന്റെ ഉള്ളിലേക്ക് ചെല്ലുമോ? ആ ഖബർ മുഴുവനും പുഴുക്കളാണ്, ആ ഖബർ മുഴുവനും വല്ലാതെ മണ്ണ് കൊണ്ട് നിറയുകയാണ്. ദുർഗന്ധം വമിക്കാൻ പറ്റുമോ? ശ്വസിക്കാൻ പറ്റുമോ? ഒരാളും അതിനെപ്പറ്റി ഓർക്കില്ല, ഒരാളും അതിനെപ്പറ്റി ചിന്തിക്കില്ല. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ പുറത്തുകൂടെ ഗീബത്തും ഫസാദും നമീമത്തും എല്ലാമായി നടന്നു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഒരു സ്ഥലമുണ്ട്. ആ ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അതിന് അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ.